എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എഗ് ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് കരിങ്കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ വിരിയിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എഗ് ഇൻക്യുബേറ്റർ. ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 6500 രൂപയാണ്. ഇതിലൊരു തവണ മാക്സിമം 35 മുട്ട വരെ വയ്ക്കാവുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. ഇതിപ്പം മാനുവലാണ്. ഇവിടെ ഇപ്പം നമ്മൾ കരിങ്കോഴി മുട്ട വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇപ്പം 37 കാണിച്ചിട്ടില്ലേ, അത് ടെമ്പറേച്ചറാണ്. ഇത് 37 to 38 വരെ ടെമ്പറേച്ചറാകാം. അതുപോലെ ഇവിടെ 80 കാണിച്ചിട്ടില്ലേ, അത് ഹ്യൂമിഡിറ്റിയാണ്. ഇതൊരു 60 to 80 വരെയാകാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ റീഡിങ് നോക്കണം. അപ്പം റീഡിങ് നോക്കുമ്പോൾ നമ്മുടെ ഹ്യൂമിഡിറ്റി 60ക്ക് താഴെ പോവുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഇൻക്യുബേറ്റർ മാനുവൽ ആയതുകൊണ്ട് നമ്മൾ ദിവസവും 1-2 പ്രാവശ്യം മുട്ട വെച്ചിരിക്കുന്ന ട്രേ ഇതുപോലൊന്ന് ചരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മുട്ട വിരിയുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് 3-ാം ദിവസം തൊട്ട് എന്ന് വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേ മുട്ട നോക്കിയേ, ഇത് ലൈറ്റ് പാസ്സാകുന്നുണ്ട്, റെഡിഷാണ്. അപ്പോൾ ഇത് ഫെർട്ടൈൽ ആവാത്ത മുട്ടയാണ്, ഇത് വിരിയത്തില്ല. ഇനി വേറൊരെണ്ണം നോക്കാം. ഇതിപ്പം ഫുള്ള് ബ്ലാക്കാണ്, ലൈറ്റ് പാസ്സാകുന്നില്ല. അപ്പോൾ ഇത് ഫെർട്ടൈൽ ആയ മുട്ട, ഇത് വിരിയും. അപ്പോൾ മുട്ട വിരിയുമോ ഇല്ലയോ എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ മുട്ട വെച്ച് കഴിഞ്ഞ് ഒരു 18-19 ദിവസം ആകുമ്പോൾ നമ്മൾ മുട്ട വെച്ചിരിക്കുന്ന ട്രേ ഒന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവയുടെ കൈയും കാലും ഇതിൻ്റെ ഇടയിൽ പെട്ട് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പം 20 ദിവസം ആയിരുന്നു. ഒരു കോഴിക്കുഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുട്ടയെല്ലാം താഴോട്ടിറക്കി ട്രേ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുട്ട വെച്ച് കഴിഞ്ഞ് ചെയ്യാനുള്ളത്. ഇത് 21 ദിവസമായപ്പോൾ ബാക്കി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് നമുക്ക് കരിങ്കോഴി കുഞ്ഞുങ്ങളെ വീട്ടിൽ തന്നെ വിരിയിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.